എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ സ്മൂത്തിയുടെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ പാലോ പഞ്ചസാരയോ തേനോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ടും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് ബദാം ഇവിടെ ഓവർനൈറ്റ് 12 മണിക്കൂർ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ദാ നല്ല പോലെ ഒന്ന് സ്പ്രൗട്ടഡ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പ്രൗട്ടഡ് ആയിട്ട് വരുന്ന ബദാം ഉപയോഗിക്കുന്നതാണ് ഹെൽത്തി ഡ്രിങ്കുകൾക്ക് വളരെ നല്ലത്. പെട്ടെന്ന് ഉണ്ടാക്കാനായി നമ്മൾ വേഗം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഇതുപോലെ അതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്തെടുക്കാറുണ്ട്. അതിന് പകരം ഇതുപോലെ 12 മണിക്കൂറൊക്കെ ഇട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുന്നതാണ് അതിലെ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബായി കിട്ടുന്നതിന് നമുക്ക് സഹായിക്കുന്നത്. ഇപ്പം മുഴുവൻ ബദാമും ഇതുപോലെ നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊന്നെടുക്കാം. എല്ലാം ബദാമും നല്ല പോലെ ഒന്ന് സ്പ്രൗട്ടഡ് ആണ്. ഇനി അതുപോലെ ഞാൻ ഇതിലോട്ടൊരു 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സിൻ്റെയും കുരുവെല്ലാം കളഞ്ഞെടുത്തതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ആയതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കുതിരാനിടുന്നില്ല. കുറച്ച് ഹാർഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനിടാവുന്നതാണ്. ഇനി ഒരു നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് പകരം റോബസ്റ്റ പഴവും എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് ഞാൻ എടുക്കുന്നത്. അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ചിയാ സീഡ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലാണ് അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് അബ്സോർബായി കിട്ടുകയുള്ളൂ. ഇതിന് പകരം ബേസിൽ സീഡും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ചിയാ സീഡിനാണ് കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുള്ളത്. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബദാം എല്ലാം നല്ല പോലെ സ്പ്രൗട്ടഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ഇനി നമുക്കൊരു മിക്സിഡ് ജാറിലോട്ട് ആദ്യമേ ഈ ബദാം മുഴുവൻ ഇട്ട് കൊടുക്കാം. അതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ബദാം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളിത് പാലിന് പകരം ബദാം മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ബദാം ആദ്യമേ തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ നല്ല പോലെ അരഞ്ഞു കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സും പഴവും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചരച്ചാൽ ബദാം നല്ല പോലെ അരഞ്ഞു കിട്ടുകയില്ല. അതുകൊണ്ടാണ് ബദാം ആദ്യം തന്നെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് പറഞ്ഞത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ടായിരിക്കും നമുക്ക് അരയ്ക്കുമ്പോൾ കിട്ടുക. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഒട്ടും വേസ്റ്റാക്കി കളയരുത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഇതുപോലെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒത്തിരി ലൂസാക്കി എടുക്കരുത്. കാരണം അപ്പോൾ ഒരു വെള്ളച്ചൊവ ഉണ്ടാവും. കാരണം നമ്മൾ ഇതിലോട്ട് മധുരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം എടുക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചിയാ സീഡിലൂടെ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. ചിയാ സീഡിലും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇനി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആപ്പിളും ചെറുപഴവുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ കുറച്ച് നട്ട്സും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബദാമും കാഷ്നട്ടും പിസ്തായും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ കുറച്ച് തിക്കാക്കി വേണം എടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ വെള്ളച്ചോ വരും. കാരണം നമ്മളിതിൽ ഡേറ്റ്സും പഴവുമാണ് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പ് വേണമെന്നുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇതിൽ ഐസ് ക്യൂബ് ഇട്ടും എടുക്കാവുന്നതാണ്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ്സിനുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് നല്ല തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിന് മുകളിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. നമ്മുടെ വയറൊക്കെ നിറയാനും ക്ഷീണം മാറാനും ഒക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക്